അതെ, ഇതൊരു ശാപം തന്നെ, ഇതൊരു ദുഃഖം തന്നെ. അരനൂറ്റാണ്ടിലേറെയായി ഈ നാടിനെ മതിക്കുന്ന തീരാ ദുഃഖം. 5 പതിറ്റാണ്ടിലേറെയായി ഈ നാടിന്റെ വികസനം മുടക്കുന്ന തീരാശാപം. പ്രതീക്ഷകൾ ഉണർത്തിക്കൊണ്ടൊരു തീവണ്ടി വന്നാൽ ഇവരുടെ മനസ്സിൽ സന്തോഷത്തിന്റെ, ആശ്വാസത്തിന്റെ വേലിയേറ്റമാണ്. തങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു ശകലം മുടക്കിയായി മുന്നിൽ കിടക്കുന്ന ഈ റെയിൽവേ ഗേറ്റ് തുറക്കുന്നത് കാണുവാനായി ഓരോ കണ്ണുകളും ഉറ്റുനോക്കുകയാണ്. പക്ഷേ പലപ്പോഴും നിരാശ മാത്രമായിരിക്കും ഫലം. 2 ട്രാക്കിൽ കൂടിയും ഇരുഭാഗത്തേക്കുമുള്ള വണ്ടികൾ പോയിട്ട് മാത്രമേ മിക്കപ്പോഴും ഗേറ്റ് തുറക്കൂ. ദിവസത്തിൽ പകുതിയിലേറെ സമയം അടഞ്ഞു കിടക്കുന്ന ഈ റെയിൽവേ ഗേറ്റ് പ്രതീക്ഷയർപ്പിച്ച് വേറെ ചിലർ ഇവിടെ കാത്തിരിക്കും. ഗേറ്റ് ഇങ്ങനെ സാധാരണ അടയ്ക്കാറുണ്ട്, വണ്ടികൾ ഇഷ്ടംപോലെ വരാറുണ്ട്. ഗേറ്റ് അടയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ വണ്ടി കുത്തിക്കയറ്റിട്ട് ഗേറ്റ് ഇങ്ങനെ കംപ്ലൈൻ്റ് ആക്കണമുണ്ട്, പതിവാണ്. അത് തന്നെയാണ് സർവീസ് നടക്കുന്നത്. നമുക്ക് ഗേറ്റ് അടയ്ക്കുന്നത് നല്ലതാണ്, വ്യാപാരം കൂടുതൽ കിട്ടും. അത് തന്നെ കാലത്ത് വളരെ കമ്മിയായിരുന്നു, കാരണം ഗേറ്റ് അടച്ച് വണ്ടികൾ പോകാറില്ല. എത്ര രൂപ ബിസിനസ് കിട്ടും? കുഴപ്പമില്ല, ഒരു 10-30 രൂപയൊക്കെ ഡെയിലി പോകാറുണ്ട്. 3000-4000 ഓരോ ദിവസങ്ങളിൽ അങ്ങനെ. ഗേറ്റ് അടയ്ക്കുന്നതിനനുസരിച്ച് കൂടാൻ സാധ്യത. അതെ അതെ. അനവധി വണ്ടികളുണ്ട്. അതേമാതിരി എന്നും ഇതൊരു പതിവാണ് അവിടെ. അത് കാരണം ഇതിൽ വല്ല സീരിയസ് കേസോ വല്ല മരണ കേസോ ഒന്നും പറയുന്നത് മരിക്കാന്നല്ലാണ്ട് യാതൊരു ഉപകാരവും. നമ്മളങ്ങാട് വഴിക്ക് പോയാലും ബ്ലോക്കാവും, ഈ തെക്കുങ്ങര വഴിക്ക് പോയാലും വഴി ബ്ലോക്കാവും. ആസ്പത്രിയിൽ കേസ് എത്തിക്കാൻ പറ്റില്ല. അത്യാസന്ന നിലയിൽ അടിയന്തര ചികിത്സ ലഭിക്കേണ്ട ഒരു രോഗിക്ക് മുന്നിൽ അടഞ്ഞു കിടക്കുന്ന ഈ ഗേറ്റ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന പൗരാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. സമയത്തിന് ചികിത്സ ലഭിക്കാനുള്ള ഒരു രോഗിയുടെ അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. കിലോമീറ്ററുകളോളം നീണ്ട കാത്തുനിൽപ്പിനൊടുവിൽ ഗേറ്റ് തുറക്കുമ്പോൾ കുതിച്ചു പായുന്ന വാഹനങ്ങൾ ഉണ്ടാക്കുന്ന തിക്കും തിരക്കും നിയന്ത്രിക്കാൻ നിർഭാഗ്യവശാൽ പലപ്പോഴും ഇവിടെ ഒരു ട്രാഫിക് പോലീസുകാരൻ പോലും ഉണ്ടാകാറില്ല എന്നതാണ് സത്യം. ചെറുവാഹനങ്ങൾക്കൊപ്പം വലിയ വണ്ടികളും കുത്തിത്തിരക്കി ചീറിപ്പായുമ്പോൾ ഗതാഗതക്കുരുക്കുകൾ ഇവിടെ നിത്യസംഭവങ്ങളായി മാറുന്നു. ഗേറ്റ് തുറന്നാലും യാത്ര തുടരാൻ പറ്റാത്ത വിധത്തിലുള്ള യാത്രാ കുരുക്കുകൾ പലപ്പോഴും ഇതിലെയുള്ള യാത്ര ദുസ്സഹമാക്കുന്നു. ആയിരക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള തൊഴിൽ സമയവും 10,000-കണക്കിന് രൂപയുടെ ഇന്ധനവുമാണ് ഓരോ വർഷവും ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് പാഴായി പോകുന്നത്.
ഏതാണ്ട് 55 വർഷക്കാലമായിട്ട് ഒരു നാട്, ഒരു നാട്ടുകാർ, ഒരു പ്രദേശം മുഴുവൻ നിരന്തരം ഉന്നയിക്കുന്നൊരാവശ്യം അവർക്ക് ഗതാഗതത്തിന് തടസ്സമായിട്ടുള്ള റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി ഒരു മേൽപ്പാലം വേണമെന്നുള്ളതാണ്. കേരള ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ സ്ഥാനമുണ്ടായിരുന്ന ആദ്യത്തെ വനിതാ ചീഫ് എഞ്ചിനീയറായ ത്രേസ്യാമ എന്ന് പറയുന്നൊരു അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്നു 55 വർഷം ഈ മേൽപ്പാലത്തിൻ്റെ ഫയൽ ആരംഭിച്ചത്. അവർ പിന്നീട് ചീഫ് എഞ്ചിനീയറായി അവരിന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ അവരാരംഭിച്ച ഫയൽ കഴിഞ്ഞ 55 വർഷമായിട്ട് വോളിയം പേജ് കണക്കിനുള്ള ഒരു വലിയ ചരിത്രരേഖയായിട്ട് മരാമത്ത് വകുപ്പിൻ്റെ ഓഫീസിൽ അവശേഷിച്ചിരിക്കുക. ഈ 54 വർഷത്തിനിടയ്ക്ക് ഈ ആവശ്യം ഉന്നയിച്ച് വടക്കാഞ്ചേരിയിൽ നിരന്തരമായ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഈ വടക്കാഞ്ചേരി മേഖലയെ സംബന്ധിച്ചോളം ഈ ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു സാംസ്കാരിക സംഘടനയും വടക്കാഞ്ചേരിയിൽ ഉണ്ടാവില്ല. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ആരായിരുന്നു ഈ പാലത്തിനെതിരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഈ 50-55 വർഷക്കാലത്ത് ഒരു പാലത്തിന് വേണ്ടിയിട്ട് ഒരു ജനത കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറം, അത് ആദ്യകാലത്ത് കേട്ടുന്ന ഈ പാലത്തിന് ചില ആളുകൾ പാലം വരുന്നതിനെതിരാണ്, ടൗണില്ലാതെയാവും, ഇതൊക്കെ തന്നെ വെറും ഒരു ഗോസിപ്പ് എന്നല്ല അപ്പുറത്ത്, അതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല. പക്ഷെ അതേസമയം തന്നെ മറ്റൊരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നത് വടക്കാഞ്ചേരിയിലെ നിലവിലുള്ള വടക്കാഞ്ചേരി ഗേറ്റ് നേരത്തെ ഉണ്ടായിരുന്നത് മുസ്ലിം പള്ളിക്ക് മുൻവശത്തൂടെ പോകുന്ന റോഡായിരുന്നു. ആ റോഡ് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റിയപ്പോൾ അന്ന് സംസ്ഥാന സർക്കാർ റെയിൽവേയുമായിട്ട് ഈ പാലത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം വഹിക്കാം എന്നുള്ള ഒരു കരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് റെയിൽവേ ഇതിൻ്റെ മുഴുവൻ ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചത്. റെയിൽവേയുടെ ഭാഷയിൽ പറഞ്ഞതിന് ഡെപ്പോസിറ്റ് വർക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പാലം അന്ന് മുതൽ ഇന്ന് വരെ സാങ്കേതികമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 50 വർഷവും യാഥാർത്ഥ്യമാവാതെ ഇങ്ങനെ നീങ്ങിപ്പോയി. മറ്റൊരു പ്രത്യേകത, മറ്റൊരാൾക്കും കിട്ടാത്ത, മറ്റൊരു മണ്ഡലത്തിനും കിട്ടാത്ത, മറ്റൊരു പ്രദേശത്തിനും കിട്ടാത്ത ഒരു സൗഭാഗ്യം KR നാരായണൻ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു എന്നുള്ളതാണ്. KR നാരായണൻ ഒരു തവണ MP-യും ഒരു തവണ കേന്ദ്രമന്ത്രിയുമായപ്പോൾ ഈ പാലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം നടന്നു. പക്ഷെ അദ്ദേഹത്തിന് പോലും അത് സഫലമാക്കാൻ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നാടൻ ഒരു ചൊല്ലുണ്ട്, നാട്ടിൻപുറത്ത് പറയുന്ന പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചോളം ഏതാണ്ട് ആ ചൊല്ല് ശരിയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രതിപക്ഷവും ഭരണപക്ഷവും മാറി മാറി ഈ മേൽപ്പാലത്തിൻ്റെ ഉപയോഗം, തെരഞ്ഞെടുപ്പിന് വോട്ടാക്കി മാറ്റാനുള്ള ഉപയോഗം വളരെ വ്യക്തമായിട്ടുണ്ടായിട്ടുണ്ട്. ഈ റെയിൽവേ ഗേറ്റിൽ എത്രയോ രക്തസാക്ഷികൾ, നേരത്തിന് ചികിത്സ കിട്ടാതെ ഗേറ്റിൽ കുടുങ്ങി മരിച്ച ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ പാമ്പ് കടിയേറ്റി പോകുന്ന ആളുകൾ, ഹൃദയസ്തംഭനമാരുണ്ടായിരുന്നു പോകുന്ന ആളുകൾ, നിരവധി ആളുകൾ ഈ ഗേറ്റിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഒരു ആന പോലും ഗേറ്റിൽ തീവണ്ടി മുട്ടി മരിച്ച ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് വടക്കാഞ്ചേരിയിൽ നിരന്തരം ഭൂചലനങ്ങൾ വടക്കാഞ്ചേരി മേഖല അനുഭവപ്പെടുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം അവിടെ ഉയർന്നു വന്ന പ്രശ്നം വടക്കാഞ്ചേരി മേൽപ്പാലമായിരുന്നു. കാരണം മറ്റെന്തുണ്ടെങ്കിലും അത്യാവശ്യം രോഗിയെ മെഡിക്കൽ കോളേജ് എത്തിയെങ്കിലും ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു. അത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഇപ്പോൾ അവശേഷിക്കുക. ഈ ഗേറ്റിലൂടെ ഏതാണ്ട് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഗേറ്റ് 10-12 മിനിറ്റ് അടച്ചത്. കാരണം ഏതാണ്ട് 50ഓളം വണ്ടികൾ ഇതിലെ കടന്നു പോകുന്നുണ്ട്. ഇത് തിരക്കുള്ള സമയത്ത് വടക്കാഞ്ചേരിയിലെ ഗതാഗത കുരുക്കുകൾ പലപ്പോഴും വടക്കാഞ്ചേരി ജനജീവിതത്തെ തന്നെ ബാധിക്കുന്നു.